നമസ്കാരം, ഞാൻ ഡോക്ടർ ടിമൈൻ കൃഷ്ണൻ, ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്. കേരളത്തിൽ കാലവർഷമായി മഴയോടൊപ്പം തന്നെ മഴക്കാല രോഗങ്ങളും വരവായി. നമ്മൾ കോമൺ ആയിട്ട് മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങളായ ഡെങ്കുപ്പനി, ചിക്കൻ ഗുനിയ, ലെപ്റ്റോസ്പിറോസിസ് അഥവാ എലിപ്പനി, ടൈഫോയിഡ്, മലേറിയ, മറ്റ് സീസണൽ ഫ്ലൂ. ഇവയിൽ ഡെങ്കുപ്പനി, മലേറിയ, ചിക്കൻ ഗുനിയ ഇവയെല്ലാം പടർത്തുന്നത് കൊതുകുകളാണ്. അവയിൽ തന്നെ ഡെങ്കുപ്പനിയും ചിക്കൻ ഗുനിയയും ഒക്കെ പരത്തുന്നത് എയ്ഡീസ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ്. വേറാസ് മലേറിയ പരത്തുന്നത് അനഫിലസ് എന്ന വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ്. മലേറിയ കൊതുകാണ് പരത്തുന്നതെങ്കിലും അതൊരു പാരസൈറ്റിക് ഇൻഫെക്ഷൻ ആണ്. പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞൊരു പാരസൈറ്റ് ആണ് മലേറിയ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ടൈഫോയിഡും ലെപ്റ്റോസ്പിറോസിസ് അഥവാ എലിപ്പനി ഇവ ഉണ്ടാക്കുന്നത് ബാക്ടീരിയ ആണ്, വൈറസ് അല്ല. ടൈഫോയിഡ് ഉണ്ടാക്കുന്നത് സാൽമണല്ല ടൈഫി എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ ആണ്. ലെപ്റ്റോസ്പിറ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഉള്ളത് സീസണൽ ഫ്ലൂ ആണ്, സാധാരണ കോമൺ കോൾഡ്. സോ ഈ രോഗങ്ങളിലെല്ലാം രോഗലക്ഷണങ്ങളെല്ലാം ഒരുപോലെ ഇരിക്കും. സാധാരണ ഫീവർ, കടുത്ത ജ്വരം, ബോഡി പെയിൻ, ചുമ, തുമ്മല്, മൂക്കൊലിപ്പ്, റാഷസ്, അങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ സിംറ്റംസ് ആയിരിക്കും കൂടുതലുള്ളത്. സോ ഏത് രോഗമാണ് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ആ രോഗത്തിനെ ചികിത്സിക്കുകയാണ് അഭികാമ്യം. പലപ്പോഴും ഫീവർ ആണെന്ന് കരുതി നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ പോയി പാരസെറ്റമോളോ ബ്രൂഫിനോ മേടിച്ച് കഴിച്ച് അതിനെ സെറ്റിലാക്കാൻ നോക്കാറുണ്ട്. സാധാരണ സീസണൽ ഫ്ലൂ ഒക്കെ ആണെങ്കിൽ അതുകൊണ്ട് തീരും. അതേസമയം കുറച്ചുകൂടെ പ്രശ്നങ്ങളുള്ള ഫീവേഴ്സ് ഉണ്ട്. അതായത് ഡെങ്കുപ്പനി തന്നെ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞ് ഹെമറേജിക് ഡെങ്കു എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനിലോട്ട് പോകാറുണ്ട്. അതായത് രക്തസ്രാവം വന്ന് രോഗി അപകടപ്പെടുകയും മരണപ്പെടുകയും ഒക്കെ ചെയ്യും. സോ അങ്ങനെയുള്ള രോഗികൾക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പാരസെറ്റമോൾ കൂടാതെ ബ്രൂഫനും പിന്നെ ആസ്പിരിനും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും പ്ലേറ്റ്ലെറ്റ് കുറയുകയും രക്തസ്രാവം കൂടുകയും അപകടം സംഭവിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ എലിപ്പനിക്ക് കൃത്യമായിട്ടുള്ള എലിപ്പനിയാന്ന് കണ്ടുപിടിക്കാതെ പാരസെറ്റമോൾ മാത്രം കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതുപോലെ തന്നെ ടൈഫോയിഡ്, അതാണ് അതിന്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ ഒരു ഫീവർ ഒരു ദിവസം 2 ദിവസത്തിൽ കൂടുതൽ ഫീവർ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണുക, ഫിസിഷ്യനെ കാണുക. ഡോക്ടർ നിർദ്ദേശിക്കുന്ന ടെസ്റ്റുകൾ ചെയ്ത് ഇന്ന രോഗമെന്ന് കണ്ടുപിടിച്ച് അത് ഉറപ്പിച്ചിട്ട് അതിന്റെ ചികിത്സയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും അഭികാമ്യം. പിന്നെ നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ്, എന്തെല്ലാം മുൻകരുതലാണ് ഈ സമയത്ത് എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു, ഇതെല്ലാം മഴജന്യമായിട്ടുള്ള രോഗങ്ങളാണ്. റെയിനി സീസണിൽ വരുന്നത് മഴക്കെട്ടുകളുണ്ട്, സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള വെള്ളം, ചിരട്ടയിലൊക്കെ വെള്ളം കാണും, ചെടിച്ചട്ടിയിലുള്ള വെള്ളം കാണും. അങ്ങനെയുള്ള വെള്ളക്കെട്ടുകളൊക്കെ അത് നീക്കം ചെയ്യുക. ചിരട്ടയിലേക്ക് വെള്ളം ചരിച്ചു കളയുക, കൂത്താടി കൊതുകളൊക്കെ പെരുകാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളത്. പിന്നെ മൊസ്കിറ്റോ നെറ്റുകളിൽ കിടന്നുറങ്ങുക. മൊസ്കിറ്റോ റിപ്പല്ലന്റ് ഓയിന്റ്മെന്റുകൾ കിട്ടും, അത് പുരട്ടുക. കൊതുകടിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. അതുവഴി കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ നിന്നും ഒരു പരിധി വരെ നമുക്ക് മുക്തി ലഭിക്കും. പിന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക, ഫ്രഷ് ആയിട്ട് വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത ആഹാരം കഴിക്കുക. ഇതുവഴി ടൈഫോയിഡിനെ നിയന്ത്രിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഫ്ലഡഡ് വെള്ളങ്ങളിൽ കാലിൽ ചവിട്ടി നടക്കാതിരിക്കുക, നഗ്നപാതരായി. കാരണം എലിയുടെ മൂത്രവും വിസർജനവും അതിലുണ്ടാകും. അതുവഴി എലിപ്പനികളൊക്കെ പടരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കാലിലൊക്കെ നമ്മൾ പോലും അറിയാതെ ചെറിയ കട്സൊക്കെ കാണും. അതുവഴി ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യുക. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് എടുക്കേണ്ട പ്രിക്കോഷൻസ്. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ വിറ്റമിൻ സി, സിങ്ക് മുതലായ സപ്ലിമെന്റ്സും വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മഴജന്യ രോഗങ്ങളും അതിന്റെ പ്രിക്കോഷൻസും നമ്മൾ ഡോക്ടേഴ്സിനെ കാണേണ്ട സിഗ്നിഫിക്കൻസും ഒക്കെ ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ നമുക്ക് ഈ മഴക്കാലം വളരെ ഹെൽത്തി ആയിട്ടും ഇൽനെസ് ഫ്രീ ആയിട്ടും ഫേസ് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ഹെൽത്ത് നേരുന്നു. താങ്ക് യു. ബൈ.